സീസണൽ ഫാൻസ് വേഴ്സസ് റിയൽ ഫുട്ബോൾ ഫാൻസ്. ഈ വേൾഡ് കപ്പ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം കേട്ട പ്രയോഗമാണിത്. ലോകകപ്പിൻ്റെ ഓളത്തിനൊപ്പം തുള്ളിച്ചാടുകയും ഓളം തീർന്നാൽ പിന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നവരെയാണ് സീസണൽ ഫാൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഏത് പാതിരാത്രി ആയാലും ഏത് കാലമായാലും ക്ലബ് ഫുട്ബോൾ അടക്കം വിടാതെ പിന്തുടരുന്ന ഡൈഹാർഡ് ഫുട്ബോൾ പ്രേമികൾ മറുവശത്തുമുണ്ട്. ഇവർ തമ്മിലുള്ള പരിഹാസങ്ങളും വാഗ്വാദങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ക്ലബ് ഫുട്ബോളിനാണോ അതോ അന്താരാഷ്ട്ര ഫുട്ബോളിനാണോ ക്വാളിറ്റി കൂടുതൽ? ഏതിനാണ് മുൻഗണന നൽകേണ്ടത്? പരിശോധിക്കാം. ഒരു കാര്യം സത്യമാണ്, വർത്തമാനകാല ഫുട്ബോളിൻ്റെ സ്ട്രക്ചർ ചുറ്റിക്കറങ്ങുന്നത് ക്ലബ് ഫുട്ബോളിന് പിന്നാലെയാണ്. കാരണം ഓരോ താരവും ഒരു പ്രൊഫഷണൽ ക്ലബിൻ്റെ കോൺട്രാക്റ്റിലാണുള്ളത്. അവരുടെ സ്പോൺസർഷിപ്പും ഇമേജ് റൈറ്റ്സും റീഹാബും എല്ലാം ക്ലബിൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഒരു വർഷത്തിൽ 10 മാസം വരെ ഒരു താരം ക്ലബിനോടൊപ്പമാണ് ചെലവിടുന്നത്. അതുകൊണ്ട് തന്നെ ക്ലബ് ഫുട്ബോളിൽ ടാക്റ്റിക്കൽ പെർഫെക്ഷൻ കാണാം. സഹതാരങ്ങളുമായി ഉണ്ടാക്കുന്ന മികച്ച കെമിസ്ട്രിയും റാപ്പോയും കാരണം കോച്ചുമാർക്ക് അതീവ സങ്കീർണമായ ടാക്റ്റിക്കൽ സിസ്റ്റങ്ങൾ പെർഫെക്റ്റായി നടപ്പാക്കാൻ സാധിക്കുന്നു. ക്ലബ് ഫുട്ബോൾ ഒരു ഫുൾ ടൈം ജോബാണെങ്കിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ ഒരു ക്യാമ്പിംഗ് മാത്രമാണ്. വർഷത്തിലെ ചെറിയ ബ്രേക്കുകളിലും മെഗാ ടൂർണമെൻറ്റുകൾക്ക് മുന്നോടിയായി മാത്രം ഒത്തുചേരുന്ന കളിക്കാർക്ക് രാജ്യത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. 2010 ലോകകപ്പ് വിജയിച്ച സ്പെയിൻ ടീമിൻ്റെ ആണിക്കല്ല് ബാഴ്സലോണയിലെ ഇനിയസ്റ്റ, ചാവി, ബുസ്കറ്റ്സ്, ആൽബ അടക്കമുള്ള താരങ്ങളായിരുന്നു. അതുപോലെ 2014 ലോകകപ്പ് നേടിയ ജർമ്മൻ ടീം ബയൺ മ്യൂണിക് താരങ്ങളുടെ കൂട്ടുകെട്ടിൻ്റെ ഫലമായിരുന്നു. ക്ലബ്ബുകളിൽ ഞങ്ങൾ ദിവസവും ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഗ്രൗണ്ടിൽ സഹതാരം എവിടെയാണെന്ന് കണ്ണടച്ചു പോലും അറിയാം. എന്നാൽ ദേശീയ ടീമിൽ ആ റോപ്പോ ഉണ്ടാക്കിയെടുക്കാൻ സമയം വേണം. ഒരിക്കൽ സാവി ഹെർണാണ്ടസ് പറഞ്ഞതാണിത്. എന്നാൽ ഇതിനൊരു മറുവശവുമുണ്ട്. വർത്തമാനകാലത്തെ ഫുട്ബോളിനെക്കുറിച്ചുള്ള വലിയ പരാതികളിലൊന്ന് താരങ്ങൾ മാനേജർമാരുടെ ടൂൾ അല്ലെങ്കിൽ വെറുമൊരു റോബോട്ട് മാത്രമായി മാറുന്നു എന്നതാണ്. ക്ലബ്ബുകളിൽ സിസ്റ്റത്തിന് അനുയോജ്യമായി പോകുക എന്നതിനാണ് മുൻഗണന. അവിടെ വ്യക്തിഗത മാജിക്കുകൾക്ക് വലിയ റോളില്ല. എന്നാൽ അന്താരാഷ്ട്ര ഫുട്ബോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. അവിടെ ടാക്റ്റിക്കൽ കാർക്കശ്യത്തേക്കാൾ കളിക്കാരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിനും സർപ്രൈസ് ഡ്രാമകൾക്കും വലിയ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അൺപ്രഡിക്റ്റബിൾ മാജിക് മൊമെൻറ്റുകളും ഹൈ ഡ്രാമകളും ഹൈ ഇമോഷനും ഇൻ്റർനാഷണൽ മത്സരങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിൽ ക്ലബ് ലീഗുകളെ അപേക്ഷിച്ച് ഓർഗനൈസ്ഡ് അല്ലാത്ത കൗണ്ടർ അറ്റാക്കുകളിലൂടെയും ഡ്രിബിങ്ങുകളിലൂടെയും ഗോൾ പിറക്കാനുള്ള സാധ്യത 18 മുതൽ 22% വരെ കൂടുതലാണെന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ഒരു ടീമിൻ്റെ ക്വാളിറ്റിയിൽ ക്ലബ് ഫുട്ബോളിന് മുൻതൂക്കമുണ്ടാകും. ക്ലബ് ഫുട്ബോളിൽ ഒരു കോച്ചിന് സ്വന്തം സിസ്റ്റത്തിന് അനുയോജ്യമായ ഏത് താരത്തെയും ട്രാൻസ്ഫർ വിൻഡോയിലൂടെ വാങ്ങാൻ സാധിക്കും. എന്നാൽ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ പണം കൊടുത്ത് കളിക്കാരെ വാങ്ങാനാകില്ലല്ലോ. ഉള്ള വിഭവങ്ങൾ മാത്രം വെച്ച് തൃപ്തിപ്പെടണം. ലോകത്തിൽ സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും ഈ പരിമിതി കാരണം പതറിയതിൻ്റെ മികച്ച ഉദാഹരണമാണ് മുൻകാലത്തെ ഇംഗ്ലണ്ട് ടീം. സ്റ്റീവൻ ജെറാർഡും ഫ്രാങ്ക് ലാംബാർഡും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലും ആൻഫീൽഡിലും മിന്നിത്തിളങ്ങിയ 2 ഇതിഹാസങ്ങളാണ്. രണ്ടുപേരും ഐക്കോണിക് ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർമാർ. പക്ഷേ രണ്ടുപേരെയും ഒന്നിച്ച് കളിപ്പിച്ചപ്പോൾ ഇംഗ്ലീഷ് മധ്യനിരയിൽ വൻ സ്പേസ് രൂപപ്പെടുകയും ടീമിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്തു. ഫ്രാൻസിന് സിദാനും മക്കലേനും നൽകിയ ബാലൻസ് ഇംഗ്ലണ്ടിന് നൽകാൻ ഈ ജോഡിക്കായില്ല. എന്നാൽ മീഡിയ പ്രഷറും ക്ലബ് ഫാൻസിൻ്റെ സമ്മർദ്ദവും കാരണം കോച്ചുമാർക്ക് ഇവരെ മാറ്റി നിർത്താനും പറ്റിയില്ല. ക്ലബ് ഫുട്ബോളിൽ ഇത്തരം പ്രതിസന്ധികൾ പൊതുവേ കുറവാണ്. ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ കളിക്കാരെ സൈൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും ചില രാജ്യങ്ങൾ കളിക്കാർക്ക് പൗരത്വം നൽകി നാഷണൽ ടീമിൽ കളിപ്പിക്കാറുണ്ട്. 2022 ലോകകപ്പിലെ ഖത്തർ ടീമിലെ ഭൂരിഭാഗം താരങ്ങളും ഇത്തരത്തിൽ അക്കാദമിയിലൂടെ പൗരത്വം നേടിയവരായിരുന്നു. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മാനേജർമാരുടെ സാന്നിധ്യമാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രജ്ഞരായ എലൈറ്റ് മാനേജർമാർ പ്രിഫർ ചെയ്യുന്നത് ക്ലബ് ഫുട്ബോളിനെയാണ്. പെപ് ഗോർഡിയോള, ഹോസെ മൊറീഞ്ഞോ, അലക്സ് ഫെർഗ്യൂസൺ, ആഴ്സൺ വെങ്ങർ തുടങ്ങിയ വൻ തോക്കുകളൊന്നും ഇതുവരെ ഒരു ദേശീയ ടീമിനെയും പരിശീലിപ്പിച്ചിട്ടില്ല. കാർലോ ആഞ്ചലോട്ടി പോലും കരിയറിൻ്റെ അവസാന ഘട്ടത്തിലാണ് ബ്രസീൽ കോച്ചാകാൻ ഒരുങ്ങിയത്. അടുത്തിടെ ഈ പ്രവണതയ്ക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. തോമസ് ടുഹേൽ ഇംഗ്ലണ്ടിൻ്റെയും യർഗൻ ക്ലോപ്പ് ജർമ്മനിയുടെയും കോച്ചായത് ഉദാഹരണങ്ങൾ. പെപ് ഗോർഡിയോള ഇറ്റലിയിലേക്കൊന്നും കേൾക്കുന്നു. പക്ഷേ ഈ കോച്ചുമാരെല്ലാം ഒരു റിട്ടയർമെൻറ്റ് പ്ലാനായിട്ടാണ് ദേശീയ ടീമുകളിലേക്ക് പോകുന്നത് എന്നുകൂടി ഓർക്കണം. ക്ലബ് മാനേജർമാരും അന്താരാഷ്ട്ര മാനേജർമാരും തമ്മിൽ വേതനത്തിൽ ഭീമമായ വ്യത്യാസമുണ്ട്. അർജന്റീനയെ ലോക കിരീടത്തിലേക്ക് നയിച്ച ലയണൽ സ്കലോണിയുടെ വാർഷിക സാലറി $2.3 മില്യൺ മുതൽ $2.6 മില്യൺ വരെ റേഞ്ചിലാണ്. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ പെപ് ഗാർഡിയോളയും അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഡിയേഗോ സിമിയോണയും വാങ്ങിക്കൂട്ടുന്നത് $20 മില്യൺ അധികമായിരുന്നു. എവർട്ടൺ മാനേജറായിരുന്ന ഡേവിഡ് മോയസിൻ്റെ ശമ്പളം പോലും $12 മില്യണിലേറെയായിരുന്നു. ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിലും വർക്ക് പ്രഷറിലും മാറ്റമുണ്ട് എന്നതുകൂടി ഓർക്കണം. ക്ലബ് മാനേജർമാർക്ക് വർഷത്തിൽ 300-ലധികം ദിവസവും ട്രെയിനിങ്, ട്രാൻസ്ഫർ മാർക്കറ്റ്, മാച്ച് പ്രിപ്പറേഷൻ എന്നിങ്ങനെ വൻ സ്ട്രെസ് നിറഞ്ഞ ജോലിയാണ്. ഫുട്ബോളിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സമ്പന്ന ക്ലബ്ബുകളുടെ കയ്യിലാകാതിരിക്കാൻ ഫിഫ കൃത്യമായി ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ നിർബന്ധമാക്കുന്നുണ്ട്. ലോകകപ്പ് കാലയളവിൽ ക്ലബ്ബുകൾക്ക് ഫിഫ ഡെയിലി അലവൻസും പേ ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ വ്യത്യസ്ത ബ്രേക്കുകൾക്ക് പകരം
16 ദിവസം നീളുന്ന ഒറ്റ സൂപ്പർ വിൻഡോ ഫിഫ ഇതിനോടകം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് കളിക്കാരുടെ യാത്രാക്ഷീണം കുറക്കാനും ലീഗുകളുടെ ഫ്ലോ നിലനിർത്താനും സഹായിക്കും. ചില താരങ്ങൾ ക്ലബ്ബുകൾ നൽകുന്ന വൻതുകയും ദീർഘകാല കരിയറും പരിഗണിച്ച് ഇന്റർനാഷണൽ ഫുട്ബോളിനോട് വേഗത്തിൽ വിട പറയാറുണ്ട്. എന്നാൽ ലയണൽ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും പോലെ രാജ്യത്തിനായി കളിക്കുന്നത് അഭിനിവേശമായി കാണുന്നവരെയും കാണാം. കൂടാതെ ക്ലബ്ബുകളും ദേശീയ ടീമുകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും നമ്മൾ കാണുന്നു. അടുത്തിടെ യൂറോ കപ്പിൽ ചെറിയ പരിക്കോടെ ലെമീൻ യമാലിനെ സ്പെയിൻ തുടർച്ചയായി കളിപ്പിച്ചത് ബാഴ്സലോണയെ ചൊടിപ്പിച്ചിരുന്നു. പരിക്ക് വർദ്ധിച്ച് ബാഴ്സയിലെ മത്സരങ്ങൾ നഷ്ടമായപ്പോൾ ബാഴ്സ കോച്ച് ഹാൻസി ഫ്ലിക്ക് ഇതിനെതിരെ പരസ്യമായി തുറന്നടിച്ചിരുന്നു. അപ്പോൾ ഏതാണ് മികച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം സാധ്യമല്ല. ഫുട്ബോളിൻ്റെ ക്വാളിറ്റിയും ഫ്ലുവൻസിയും ടെക്നിക്കൽ പെർഫെക്ഷനും നോക്കിയാൽ ക്ലബ് ഫുട്ബോൾ തന്നെയാണ് മുന്നിൽ. എന്നാൽ ഫുട്ബോൾ ലോകകപ്പിനോളം വലിയൊരു വികാരം ലോകത്ത് വേറെയില്ല. ലോകകപ്പിലേതുപോലെ തോൽവിക്ക് ശേഷം കരഞ്ഞു പോകുന്ന മുഖങ്ങൾ ക്ലബ് ഫുട്ബോളിൽ നാം അധികം കാണാറില്ല. ക്ലബ് ഫുട്ബോളിൽ എല്ലാം നേടിയ താരങ്ങൾ പോലും ഒരു ലോകകപ്പിനായി കൊതിക്കുന്നതും ഉദാഹരണം. കൂടാതെ കാഴ്ചക്കാരുടെ എണ്ണത്തിലും ആവേശത്തിലും ലോകകപ്പിനടുത്തു പോലും എത്താൻ ചാമ്പ്യൻസ് ലീഗിന് പോലും ആയിട്ടില്ല. ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൻ്റെ 4 ഇരട്ടിയോളം പേർ ലോകകപ്പ് ഫൈനൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?